ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ധനിനി ക്ലെയർ. ഇന്നത്തെ ദിവസം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് തബലയെക്കുറിച്ചാണ് കേട്ടോ. ഞാൻ ഹിന്ദുസ്ഥാനി തബല പ്ലെയറാണ്. എൻ്റെ ഫാദർ മ്യൂസിഷ്യനാണ്. അപ്പോൾ ഞാൻ 7th സ്റ്റാൻഡേർഡ് തൊട്ട് തബല പ്രാക്ടീസ് ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ തബലയെന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു എളിമയുടെ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അതായത് നമുക്ക് ശരിക്കും എളിമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തബല പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. തബല ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അറിയാം, നമുക്ക് ഒത്തിരി ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ, നെഞ്ച് പെയിൻ അതെല്ലാം നമുക്ക് എടുക്കും. കയ്യുടെ അറ്റം വരെ പോയിട്ട് നമ്മൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്യുമ്പം. പക്ഷേ അതൊക്കെ സഹിച്ചാണ് നമ്മൾ സ്റ്റേജിൽ കയറി തബല പെർഫോം ചെയ്യുന്നത്. ഞാൻ ഹിന്ദുസ്ഥാനി സോളോ പെർഫോമൻസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കറിയാം എൻ്റെ പെയിൻ എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം ശബ്ദം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് തബലയിൽ. നമ്മുടെ കൈകൾ കൊണ്ട് ശബ്ദം നമ്മൾ തബലയിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ സാധാരണ 10 മിനിറ്റ് വായിക്കുന്ന നോട്ട്സ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാം. തിക്താൽ തീൻതാൽ സോള് മാത്ര, തിക്താൽ കായിദ സോള് മാത്ര, ജപ്താൽ 10 മാത്ര, തിഹായ് തീൻതാൽ സോള് മാത്ര, ചക്രധാർ 81 മാത്രയാണ്. ഇപ്പം ജപ്താൽ 10 മാത്ര എന്ന് പറയുമ്പോൾ ധീന ധീ ധീന, തീന ധീ ധീന, ധീന ധീ ധീന, തീന ധീ ധീന. ഇത് 10 മാത്രയാണ്. ഈ 10 മാത്രയിലാണ് ആ നോട്ട്സ് കംപ്ലീറ്റ് നമ്മൾ വായിക്കുന്നത്. തിക്താൽ തീൻതാൽ സോള് മാത്രം എന്ന് പറഞ്ഞാൽ അത് ആദ്യ താളമാണ്. അതുപോലെ തന്നെ തീഹായ് എന്ന് പറയുമ്പം ഗിന്തിരികൃത താത്രികൃത ധീൻ നഗതി താ ഗിൻ തരാന താ കത്തിട്ട താ ഗിൻ ദ ഥാ ഗിൻ ധ ഥാ ഗിൻ ദ ഥാ. ഇത് സോള് മാത്രയാണ്. ചക്രധാറുണ്ട്. ചക്രധാർ 81 മാത്രമാണ്, അതായത് 81 മാത്രം. ഒരു നോട്ടുണ്ട് ധിൻ ദിൻ തിട്ട് തിട്ട് കത്തിട്ട് തിട്ട് കത്ത് ഗിന്തിരികൃത താത്രികൃത ഗിന്തിരികൃത തക്ക് ദാൻ ഥ ഗിന്തിരികൃത താത്രികൃത ഗിന്തിരികൃത തക്ക് ദാൻ ഥ ഗിന്തിരികൃത താത്രികൃത ഗിന്തിരികൃത തക്ക് ദാൻ ഥ. ഇത് 81 മാത്രമാണ്. ഇത് 3 times വായിക്കുമ്പോഴേ അത് 81 മാത്രമേ ആകത്തുള്ളൂ. അതുപോലെ തന്നെ 81 മാത്രമാണ് ചക്രധാർ. ദിഗിദി നഗീന ദിഗിദി നഗീന കത്രികൃതി തിട്ട് ദിഗിദി നഗീന ക്ലാന ക്ലാന ഗിന്തിരികൃത ഗിന്തിരികൃത താത്രികൃത ഗിന്തിരികൃത തക്ക് ദാൻ ഥ ഗിന്തിരികൃത താത്രികൃത ഗിന്തിരികൃത തക്ക് ദാൻ ഥ ഗിന്തിരികൃത താത്രികൃത ഗിന്തിരികൃത തക്ക് ദാൻ ഥ. ഇത് 81 മാത്രം. ഇതും 3 times റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ 81 മാത്രം, അതായത് 81 മാത്രമേ ആകത്തുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ അങ്ങ് പോകുന്നത്. അപ്പം ഞാൻ ഈ തബലയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർത്തപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ ഓർത്ത് കേട്ടോ. അതായത് ഞങ്ങൾ ഓർക്കസ്ട്രയ്ക്ക് നിൽക്കുമ്പം എൻ്റെ കൂടെ വായിച്ചിട്ടുള്ള സെയിൻറ്റ് ജോസിൻ്റെ നമുക്ക് ടീമുണ്ടായിരുന്നു ഗേൾസിൻ്റെ. ഞാൻ തബലയും ചെണ്ടയും വായിക്കും. ഡോൾഡൻ അച്ചാലി ഡിസൂസ അവൾ ഗിറ്റാർ വായിക്കും. ആൻസി അബ്രഹാം ഓർഗൺ, ട്രീസജിന തിയോഡോർ അവൾ പാട്ട് പാടും. അതിൽ ബ്ലസ്സി, അഞ്ജു, സൂസൻ, വിന്ധ്യ, ഉണ്ണിമായ, അങ്ങനെ ഒരു ടീമുണ്ടായിരുന്നു. എല്ലാവരും സത്യം പറഞ്ഞാൽ മ്യൂസിഷ്യൻസ് ഒത്തുകൂടുമ്പോഴൊരു സന്തോഷമുണ്ട്. എല്ലാവരും മത്സരിക്കുകയാണ് അവരവരുടെ ഇൻസ്ട്രുമെൻറ്റ് ബെറ്റർ ആണോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് എല്ലാവരും വായിക്കുന്നത്. ആൻസി അബ്രഹാം അസാധ്യമായിട്ട് ഓർഗൻ വായിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു കേട്ടോ. അവൾ അസാധ്യ ഓർഗനിസ്റ്റാണ്. അതുപോലെ ഡോളൻ സ്റ്റേറ്റ് വിന്നറാണ്. അങ്ങനെ മ്യൂസിഷ്യൻസ് കൂടുമ്പോഴൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ അവരെയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അത് ഓർത്തപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഇട്ടതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.